സ്റ്റോറി മനഃപൂർവ്വം താമസിക്കുന്നതല്ല. വീഡിയോ ഇടുന്നത് കുട്ടികളൊക്കെ ഉറങ്ങിയ ശേഷമാണ്. ഇല്ലെങ്കിൽ അവരുടെ ബഹളങ്ങളൊക്കെ വീഡിയോയിൽ വരും. നിങ്ങളിൽ ചിലർക്കെങ്കിലും എന്നെ മനസ്സിലാകുമെന്ന് കരുതുന്നു. മാംഗല്യം. അവതരണം മിത്രവിന്ദ. അവൾ പോലും അറിയാതെ ജാനി ജഗനോട് കൂടുതൽ ചേർന്നു നിന്നുപോയി. അവളുടെ വിരലുകൾ പേടികൊണ്ട് അവന്റെ ഷർട്ടിൽ മുറുകി. സംഹാര സംഹാരരുദ്രയെപ്പോലെ മാനസി ജാനിക്കടുത്തേക്ക് പാഞ്ഞെടുത്തു. ഒറ്റ വലിക്ക് ജാനിയെ ജഗന്റെ കൈപ്പിടിയിൽ നിന്ന് അടർത്തി മാറ്റി. നിമി നേരത്തിനുള്ളിൽ പടക്കം പൊട്ടുന്ന പോലെ ഒരു ശബ്ദം അവിടെ കേട്ടു. മാനസിയുടെ കൈകൾ ഉയർന്നു താന്നു. കവിൾ പൊത്തിപ്പിടിച്ച് വെറും നിലത്തേക്ക് ഇരുന്നു പോയി ജാൻവി. ഇതിനായിരുന്നുടി നീ കൂട്ടുകാരിയുടെ ചേട്ടന്റെ വിവാഹത്തിന് പോയേ പറ്റൂന്ന് പറഞ്ഞ് എന്റെ കാല് പിടിച്ച് ഇവിടേക്ക് വന്നത്? പറയടി. നിലത്തിരുന്നവളുടെ മുടിക്കുത്തിന് പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് മാനസി. ഇടറിയ വാക്കുകളോട് എങ്ങനെയോ ആ രണ്ടക്ഷരം പറഞ്ഞൊപ്പിച്ച് ജാൻവി. വാ, എഴുന്നേക്ക്, നമുക്ക് വീട്ടിൽ പോകാം, മാനസി ആജ്ഞാപിക്കുന്നത് പോലെ പറഞ്ഞു. അവൾ എവിടേക്കും വരില്ല. ജഗൻ അവൾക്ക് അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ എന്റെ മകളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ചോദിക്കാൻ വരാൻ നീ ആരാടാ? മുൻപിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും മനസ്സിലാകാതെ മാനസി ചോദിച്ചു. ഞാൻ ആരുമായിക്കൊള്ളട്ടെ, തൽക്കാലം ഇവളെ ഇവിടെ നിന്നും എവിടേക്കും കൊണ്ടുപോകാൻ പറ്റില്ല. ആഹാ, അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇവളുടെ വിവാഹം ഞാൻ ഓൾറെഡി ഒരാളുമായി ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. ഇനി അധികം ദിവസങ്ങളില്ല ആ വിവാഹത്തിന്. അതറിയാമോ നിനക്ക്? മാനസി ജഗനെ നോക്കി ചോദിച്ചു. ഓൾറെഡി നിർമ്മലയുടെ നാവിൽ നിന്നത് കേട്ടതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ചൊരു ഞെട്ടലുണ്ടായില്ല. ജാനി ദയനീയതയോടെ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ജാനി, നിന്നോട് ഇവിടെ നിറങ്ങാനാണ് ഞാൻ പറഞ്ഞത്. എവിടെ നിന്റെ ബാഗ്? എടുക്ക്, വേഗം വാ. മാനസി ജാനിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും ജഗൻ അവളുടെ മറുകൈയിൽ പിടിച്ചു വലിച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. തൽക്കാലം നിങ്ങൾ ഇവളെ എവിടെയും കൊണ്ടുപോകുന്നില്ല. അവന്റെ മുഖത്തെ ഗാംഭീര്യവും പൗരുഷവും അവനൊരു പോലീസാണെന്ന് പറയാതെ പറയുന്നുണ്ടായിരുന്നു. നിനക്കൊപ്പമാണോ ഒരു രാത്രി ഇവൾ കഴിഞ്ഞത്? എടുത്തടിച്ചതുപോലെയുള്ള മാനസിയുടെ ചോദ്യത്തിൽ ജഗന്റെ കൈ തരിച്ചു വന്നു. പക്ഷേ മുൻപിൽ നിൽക്കുന്നത് അമ്മയോളം പ്രായമുള്ള ഒരു സ്ത്രീയാണെന്നും അത് കരുതിക്കൊണ്ട് മാത്രം അവൻ കഷ്ടപ്പെട്ട് തന്റെ ദേഷ്യം നിയന്ത്രിച്ചു. നോക്ക്, സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ പ്രായമൊക്കെ ഞാനങ്ങ് മറക്കും. ഒരു താക്കീതോടെ അവർക്ക് നേരെ കൈ ചൂണ്ടി ജഗൻ പറയുമ്പോൾ മാനസി ഒന്നും ഭയന്നിരുന്നു. എന്നിട്ടും ഒതുങ്ങാൻ ഉദ്ദേശമില്ലാത്തതുപോലെ അവർ നിന്ന് ചീറി. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു രാത്രി എല്ലാ അർത്ഥത്തിലും എന്റെ കൂടെ കഴിഞ്ഞവളാണിവൾ. ജഗന്റെ ആ വെളിപ്പെടുത്തലിൽ എല്ലാവരും നിശ്ചലരായി പോയിരുന്നു. എന്തിനേറെ പറയുന്നു, ജാൻവി പോലും. അങ്ങനെയൊന്നും ഇരുവർക്കുമിടയിൽ സംഭവിച്ചിട്ടില്ലെന്ന് രണ്ടുപേർക്കും ഉറപ്പുണ്ടായിട്ട് പോലും ജഗൻ അങ്ങനെ പറഞ്ഞതിൽ ജാൻവിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. ജഗന്റെ വായിൽ നിന്ന് വീണ വാക്കുകളിൽ സ്തബ്ധരായി പോയിരുന്ന എല്ലാവരും. അവൾ അവന്റെ കൈപ്പിടി വിട്ട് കുതിറി മാറാൻ ശ്രമിച്ചു. പക്ഷെ അവന്റെ കൈക്കരുത്തിന് മുന്നിൽ അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവൻ അവളെ കൂടുതൽ തന്റെ ദേഹത്തിനോട് ചേർത്ത് പിടിച്ചു. ഇതല്ലേ നീയും ആഗ്രഹിച്ചത്? ഇതിനല്ലേ ഇന്നലെ നീ നാടകം കളിച്ച് എന്റെ മുറി കയറി കിടന്നത്? ജാനിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് ജഗൻ അവളുടെ കാതിൽ മുരണ്ടു. അടി കിട്ടിയതുപോലെ ജാൻവി നിന്നുപോയി. ജഗൻ, ഞാൻ നിങ്ങളോടൊരു 100 പ്രാവശ്യം പറഞ്ഞതാണ്, ഞാൻ മനഃപൂർവ്വമല്ല നിങ്ങളുടെ റൂമിൽ വന്നതെന്ന്. അല്ലെങ്കിൽ തന്നെ അത്രയ്ക്ക് തരം താണിട്ടില്ല ഞാൻ. ജാൻവിയും ശബ്ദം അടക്കി പിടിച്ച് ജഗൻ കേൾക്കാൻ പാകത്തിന് തന്നെയാണ് പറയുന്നത്. വിശ്വനാഥൻ അവരിരുവരുടെയും സംസാരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇനി രഹസ്യമായിട്ട് പറയുന്നത് എല്ലാരും കേൾക്കട്ടെ, പരസ്യമായിട്ടങ്ങ് പറ. എന്തായാലും എല്ലാവരും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്തു വേണേലും ആവാലോ. വിശ്വനാഥൻ എങ്ങും തൊടാതെ ജഗനെ നോക്കി കലിയോടെ പറഞ്ഞു. തന്നോട് ഞാൻ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞു തന്റെ മോളെയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. പെട്ടെന്ന് ജഗൻ അങ്ങനെ പറഞ്ഞതും നയോമി പാഞ്ഞ് ജഗന്റെ അടുത്തേക്ക് വന്നു. ജഗൻ, നിന്നിൽ നിന്ന് ഇത്തരമൊരു ചതി ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഞാൻ കരുതിയത് ഞാൻ സ്നേഹിച്ചതുപോലെ നീയും എന്നെ. ബാക്കി പറയാനാവാതെ നിറഞ്ഞ കണ്ണുകളോടെ നയോമി ജഗനെ നോക്കി നിന്നു. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ വല്ലാത്തൊരുതരം പകയോടെ ജാനിയിലെത്തി നിന്നു. നീ
നീ കരുതിയിരുന്നു അധികനാൾ ജഗന്റെ താലി അണിയാൻ നീ ഉണ്ടാവില്ല. മൂർച്ചയേറിയ വാക്കുകളോടെ നയോമി അത് പറയുമ്പോഴേക്കും നിർമ്മല അവൾക്കടുത്തേക്ക് വന്നിരുന്നു. നീ ഇങ്ങി വാ മോളെ. അല്ലേ തന്നെ ഈ ലോകത്ത് ഇവൻ മാത്രമേ ഉള്ളൂ ആണായിട്ട്. ഇവനേക്കാളും എന്തുകൊണ്ട് യോഗ്യനായ ഒരുവനെ തന്നെ നിന്റെ അമ്മ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ച് നിന്റെ വിവാഹം നടത്തും. ഒരു പെണ്ണിന്റെ കണ്ണീരിന്റെ മുകളിൽ ജീവിതം പടുത്തുയർത്താൻ നിൽക്കുകയല്ലേ? രണ്ടുപേരും നശിച്ചു പോകത്തേ ഉള്ളൂ. നിർമ്മല തലയിൽ കൈവച്ചുകൊണ്ട് അവരിരുവരെയും നോക്കി പ്രാകുന്നതുപോലെ പറഞ്ഞപ്പോൾ ജാനി കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. അവൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. നിർമ്മല നയോമിയുടെ കൈപിടിച്ച് അവളെ അവർക്കടുത്തു നിന്ന് മാറ്റാൻ ശ്രമിച്ചു. ജഗനൊപ്പം അവനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ജാൻവിയെ കണ്ടതും നിർമ്മലയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവർ ഫോണെടുത്ത് ജനനിയെ വിളിച്ചു. ഹലോ നിർമ്മല, വിവാഹോരുക്കങ്ങളൊക്കെ എവിടെ വരെ എത്തി? താലികെട്ട് കഴിഞ്ഞോ? ഇന്ന് നിർമ്മലയുടെ മകളുടെ വിവാഹമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിർമ്മലയുടെ കോൾ വന്നപ്പോൾ ജനനിക്കും അതേക്കുറിച്ചറിയാൻ ആകാംക്ഷയേറി. അത് മാഡം, അന്ന് മാഡം ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞിരുന്നില്ലേ മാഡത്തിന്റെ അനിയത്തിയുടെ മകൻ വൈഭവ് വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണെന്ന്? ആ അതെ, ഇനി കഷ്ടിച്ച് ഒരാഴ്ച കൂടിയുള്ളൂ അവരുടെ വിവാഹത്തിന്. ജനനി അല്പം സന്തോഷത്തോടെ പറഞ്ഞു. എങ്കിൽ മാഡം ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോളൂ, ആ വിവാഹം നടക്കാൻ പോകുന്നില്ല. വാട്ട്? നിർമ്മല, എന്ത് നോൺസെൻസ് ആണ് നീ പറയുന്നത്? വിവാഹം നടക്കില്ലെന്നോ? അതെ മാഡം, മേഡത്തിന്റെ അനിയത്തിയുടെ മകൻ വൈഭവ് വിവാഹം കഴിക്കാൻ പോകുന്ന ജാൻവിയും എന്റെ മകൾ നയോമി ഇന്ന് വിവാഹം കഴിക്കാനിരുന്ന മാണിക്യമംഗലം കോവിലകത്തെ ACP ജഗന്നാഥ് വർമ്മയും ഒരു റൂമിൽ നിന്ന് കൈയോടെ പിടികൂടി. ഇന്നലെ ഒരു രാത്രി മുഴുവനും അവർ ഒരുമിച്ചായിരുന്നു. മാഡം, മാഡത്തിന്റെ അനിയത്തിയോട് ചോദിക്ക്. മറ്റൊരുത്തിനൊപ്പം എല്ലാ അർത്ഥത്തിലും ഭാര്യയായി കഴിഞ്ഞ ഒരു പെണ്ണിനെ തന്നെ അവർക്ക് മരുമകളായി വേണോന്ന്. നിർമ്മലയുടെ ചോദ്യത്തിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് ജനനി. അവർ പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്തിട്ട് വൈഭവിനെ വിളിച്ചു. നിർമ്മല പറഞ്ഞ് അവരറിഞ്ഞ കാര്യങ്ങളെല്ലാം വൈഭവിനോടും പറഞ്ഞു. വൈഭവിന്റെ മുഷ്ടി ചുരുണ്ട ദേഷ്യത്താൽ അവളിപ്പോ എവിടെയുണ്ട്? ആ ഒരു ചോദ്യം മാത്രം അവൻ ചോദിച്ചുള്ളൂ ജനനിയോട്. അവളിപ്പോ മാണിക്യമംഗലം കോവിലകത്തുണ്ട്, ACP ജഗന്നാഥവർമ്മയുടെ വീട്ടിൽ. ജഗന്നാഥ്? ഓ അതെ അതെ വൈഭവ്, അവൾ ഇന്നലെ ഒരു രാത്രി മുഴുവൻ ജഗന്നാഥിനൊപ്പമായിരുന്നു. വൈഭവിന്റെ ദേഷ്യത്തിന്റെ തോത് വർദ്ധിച്ചു. മുൻപൊരിക്കൽ ഒന്ന് രണ്ട് ഇഷ്യൂ ജഗന്നാഥുമായി അവനുണ്ടായിട്ടുണ്ട്. ഇനിയൊരു പക്ഷേ താൻ വിവാഹം കഴിക്കാനിരിക്കുന്നത് ജാൻവിയാണെന്നറിഞ്ഞ് മനഃപൂർവ്വം ജഗന്നാഥ് അവളെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചതായിരിക്കുമോ? അങ്ങനെയുള്ള ചിന്തകളിലൊക്കെ വൈഭവ് പോയെങ്കിലും പിന്നീട് അവന് തന്നെ മനസ്സിലായി അങ്ങനെയൊന്നും ആവില്ല കാര്യങ്ങളെന്ന്. കാരണം അവനറിയാവുന്ന ജഗന്നാഥിന് അത്ര ചീപ്പല്ല. പക്ഷേ അവന്റെ പക മറ്റെന്തും താങ്ങാം. ഈ ഭൂമിയിൽ അവന്റെ പകയോളം തീവ്രമായ മറ്റൊന്ന് താൻ ഇതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അത് പറയുമ്പോൾ വൈഭവിന്റെ വിരലുകൾ അവന്റെ നെറ്റിയിലെ മുറിവിലൊന്ന് തഴുകി തലോടി. മുൻപൊരിക്കൽ ജഗന്നാഥ് സമ്മാനിച്ച മുറിവ്. മറ്റൊന്നും ചിന്തിക്കാതെ വൈഭവ് വേഗം കാറെടുത്തു. അവന്റെ കാറ് മാണിക്യമംഗലം കോവിലകം ലക്ഷ്യമാക്കി പാഞ്ഞു. അതേസമയം ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളാൻ തയ്യാറായി നിൽക്കുകയാണ് മാനസി. മറ്റൊന്നുമല്ല, ഈ വിവരം വൈഭവിനെ അറിയിക്കാതെ കൈകാര്യം ചെയ്യാനായിരുന്നു അവർ തീരുമാനിച്ചത്. അതാണിപ്പോ ഒരു നിമിഷം കൊണ്ട് നിർമ്മല ഇല്ലാതാക്കി കയ്യിൽ കൊടുത്തത്. നിങ്ങളിത് എന്തു ഭാവിച്ചാണ്? നിങ്ങളുടെ മോളുടെ ജീവിതമോ ഇല്ലാതായി. എന്തിനാണ് നിങ്ങൾ എന്റെ മകളുടെ ജീവിതം വെച്ച് കളിക്കുന്നത്? മാനസി അതീവ ദേഷ്യത്തോടെ നിർമ്മലയ്ക്കരികിലേക്ക് ചെന്ന് ചോദിച്ചു. അതുകൊള്ളാം, എന്തായാലും നിങ്ങളുടെ മകൾ എന്റെ മകളുടെ ജീവിതം ഇല്ലാതാക്കി. എന്റെ മോൾക്കില്ലാത്ത നല്ലൊരു ജീവിതം നിങ്ങളുടെ മകൾക്കും കിട്ടണ്ട. അല്ലെങ്കിൽ തന്നെ കെട്ടാൻ പോകുന്നവൻ അറിയണ്ടേ മോൾ ആരുടെയൊക്കെ കൂടെ കിടന്നിട്ടുള്ള ചരിത്രമുണ്ടെന്ന്? പെട്ടെന്ന് നിർമ്മലയുടെ വായിൽ നിന്നത് കേട്ടതും മാനസി അടികൊണ്ടതുപോലെ നിന്നു. ജാനിയാണെങ്കിലോ ഒന്നും അറിയാത്ത കാര്യത്തിന്റെ പേരിൽ ഇത്രമാത്രം ക്രൂശിക്കപ്പെട്ടു. ഇനി ഒഴുക്കിക്കളയാൻ കണ്ണുനീർ പോലും ഇല്ലാത്തത് പോലെ മരവിച്ച അവസ്ഥയിൽ നിൽക്കുകയാണവൾ. നിർമ്മലയ്ക്കറിയായിരുന്നു വിളിച്ച ഉടൻ തന്നെ വൈഭവ് ഉറപ്പായി ഇവിടേക്ക് എത്തുമെന്ന്. ആ കാഴ്ച കൂടി കണ്ടിട്ട് പോകാൻ തയ്യാറായി അവർ നിൽക്കുകയാണ്. ഇതിനോടകം തന്നെ നയോമി കാര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു. നിമി നേരത്തിനുള്ളിൽ തന്നെ താഴെ നിന്നും ആരോ മുകളിലേക്ക് കയറി വരുന്നതിന്റെ കാൽപെരുമാറ്റം അവരെല്ലാരും കേട്ടു. എല്ലാവർക്കൊപ്പം ജാനിയുടെ മിഴികളും അവിടേക്ക് നീണ്ടു.
പെട്ടെന്ന് അവിടെ വൈഭവിനെ കണ്ടതും ജാനി അറിയാതെ ജഗനോട് അല്പം കൂടി ചേർന്ന് നിന്നു. അവളുടെ ദേഹത്തിന്റെ വിറയിൽ ജഗനും തിരിച്ചറിഞ്ഞു. പക്ഷെ ജഗൻ അവളെ നോക്കിയില്ല. ഒരു തരത്തിൽ പറഞ്ഞ ജാനിക്ക് ഇതൊരു രക്ഷപ്പെടൽ കൂടിയാണ്. ജഗനെ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അവൾക്കറിയാം, വൈഭവിനെ പോലെ ഒരു ചെറ്റയല്ല ജഗൻ. സ്ത്രീകൾക്കും അവരുടെ മൂല്യങ്ങൾക്കും അല്പം വില കൽപ്പിക്കുന്നവനാണ്. പിന്നെ അവൻ തന്നോട് ഈ കാണിക്കുന്ന ദേഷ്യത്തിന്റെ പിന്നിലും അവന് അവൻ്റെതായ ശക്തമായ ഒരു കാരണമുണ്ട്. പെട്ടെന്ന് വൈഭവിനെ അവിടെ കണ്ടതും മാനസി അവന്റെ അടുത്തേക്ക് ചെന്നു. വൈഭവ്, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു. ഞാൻ പറയാൻ കാര്യങ്ങളൊക്കെ. മോനെ, നീ അറിഞ്ഞതൊന്നുമല്ല സത്യം. നിർമ്മലയെ ഒരല്പം ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മാനസി വൈഭവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ഇനി ഒരു പിണ്ണാക്കം പറയണ്ട എന്നോട്. വൈഭവ് മാനസിക്ക് നേരെ അലറിയപ്പോ ഒന്നും മിണ്ടാൻ കഴിയാതെ വാ അടച്ചു നിന്നവർ. അന്ന് നിന്നെ ഞാനൊന്ന് തൊട്ടപ്പോ നിനക്കങ്ങ് പൊള്ളിപ്പോയിരുന്നല്ലേടി. ഇന്നിപ്പോ ഇവന്റെ കൂടെ ഒരു രാത്രി കഴിഞ്ഞപ്പോ നിനക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലേ? വൈഭവ് ജാനിക്ക് അടുത്തേക്ക് വന്ന് ഒരു പ്രത്യേക ഭാവത്തെ ചോദിച്ചതും അവൾ ജഗന്റെ പിന്നിലേക്ക് മറിഞ്ഞു നിന്നു. അങ്ങനെങ്ങ് മറിഞ്ഞു നിൽക്കാതെ നീ ഇങ്ങോട്ട് വന്നേ, ഞാനൊന്ന് കാണട്ടെ നിന്നെ. ഒരു നിമിഷം മാനസിക കാര്യം മനസ്സിലാകാതെ നിന്നു. വൈഭവ് പറഞ്ഞതിന്റെ പിന്നിലെ അർത്ഥം എത്ര ചിന്തിച്ചിട്ടും അവർക്ക് മനസ്സിലായില്ല. എന്നാൽ ജഗൻ അതൊക്കെ കൃത്യമായി തന്നെ മനസ്സിലാക്കി. ജഗന് പിന്നിൽ നിൽക്കുന്ന ജാനിയെ വൈഭവ് ബലം പ്രയോഗിച്ച് അവനിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചതും ജഗന്റെ ബലിഷ്ഠമായ കരങ്ങൾ വൈഭവിനെ തടഞ്ഞു. നിന്നെ കാണാൻ താല്പര്യമില്ലാത്തോണ്ടല്ലേ അവൾ എന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്നത്? അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് ജഗന്റെ വായിൽ നിന്ന് വീണ വാക്കുകളിൽ സ്തംഭിച്ചു നിന്നുപോയി മാനസി. എന്നാൽ ഇത്രയും പേരുടെ മുൻപിൽ വെച്ച് ജഗൻ അങ്ങനെ പറഞ്ഞു കളയൂന്ന് വൈഭവും തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. നിന്നെ എത്ര പെണ്ണുങ്ങൾക്കൊപ്പം ഞാൻ കണ്ടിട്ടുണ്ടടാ. 2 പ്രാവശ്യം ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്തില്ലേ? പല പല പെണ്ണുങ്ങൾക്കൊപ്പം ഹോട്ടൽ റൂമിൽ നിന്ന്. ജഗന്റെ ആ ചോദ്യത്തിൽ നടുങ്ങി നിന്നുപോയി മാനസി. നിർമ്മലയുടെ മുഖത്തും അയ്യേ എന്നൊരു ഭാവമായിരുന്നു. വലിയ കാര്യത്തിൽ വൈഭവിനെ വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ ഇപ്പൊ അവന്റെ ചരിത്രം കേട്ട് സ്വയം നാറേണ്ടി വരുന്നു. നോക്ക് ജഗന്നാഥ, അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യം നിനക്കില്ല. പെട്ടെന്ന് തന്നെ മാനസി വൈഭവിന്റെ അടുത്തേക്ക് വന്നു. വൈഭവ്, ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കാര്യമറിയാനായി വൈഭവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മാനസി ചോദിച്ചു. നിങ്ങളുടെ മകളെ ഇവനെ പോലെ ലോകം മുഴുവനുള്ള പെണ്ണുങ്ങളുമായി ബന്ധമുണ്ടാക്കി നടക്കുന്ന ഒരുത്തിനെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ ഇവനെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ലേ? പെട്ടെന്ന് ജഗന്റെ വായിൽ നിന്ന് ആ ചോദ്യം കേട്ടതും മാനസി വിശ്വാസം വരാത്ത പോലെ വൈഭവിന്റെ മുഖത്തേക്ക് നോക്കി. ആന്റി, ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഇവൻ ഇവൻ എന്നെ മനഃപൂർവ്വം എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ഇതിനോടകം തന്നെ മാനസിക്കും കാര്യങ്ങൾ ഏകദേശം ബോധ്യമായിരുന്നു. ജഗനൊരു പോലീസുകാരനാണ്. അവനൊരിക്കലും വൈഭവിനെ ഈ രീതിയിൽ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. മാത്രമല്ല, അവനല്ല വൈഭവിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് പോലും. മുൻപേയുള്ള ജഗന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മാനസിക്കും മനസ്സിലായിരുന്നു ജഗന് വൈഭവിനെ നേരത്തെ അറിയാന്ന്. ആകെ കുഴിഞ്ഞുമറിഞ്ഞ അവസ്ഥയിലായി കാര്യങ്ങൾ. ആര് പറയുന്നത് വിശ്വസിക്കണം, ആര് പറയുന്നത് വിശ്വസിക്കരുത് എന്നുപോലും കഴിയാനാവാത്ത ഒരവസ്ഥ. വൈഭവ്, നിന്റെ ചരിത്രമെല്ലാം ഇത്രയാളുകളുടെ മുമ്പിൽ വെച്ച് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. തെളിവ് സഹിതം ഞാനിവിടെ നിർത്തും. അവസാനം തലയിൽ കൂടി മുണ്ടിട്ട് പോകേണ്ടി വരും നീ ഇവിടെ നിന്ന്. ആ സാഹചര്യം ഉണ്ടാക്കുന്നതിൽ നല്ലതാണ് നീയായിട്ട് മര്യാദയ്ക്ക് ഇവിടെ നിറങ്ങുന്നത്. ഇത് നിന്നോട് മാത്രമല്ല, അനാവശ്യമായി വീട്ടിൽ നിൽക്കുന്ന എല്ലാവരോടും ചേർത്താണ് ഞാൻ പറയുന്നത്. അത് പറയുമ്പോൾ ജഗന്റെ കണ്ണുകൾ മാനസിയിലേക്കും വിശ്വനാഥനിലേക്കും നിർമ്മലയിലേക്കും നയോമിയിലേക്കും അങ്ങനെ തുടങ്ങി എല്ലാവരിലേക്കും നീണ്ടു. നീ കരുതിയിരുന്നോടി, ഇതിനെല്ലാം നിന്നോട് എണ്ണി എണ്ണി പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് വൈഭവ് എന്നല്ല. ജഗന് തൊട്ടു പിന്നിൽ നിൽക്കുന്ന ജാൻവിയെ നോക്കി വെല്ലുവിളി പോലെ പറഞ്ഞുകൊണ്ട് വൈഭവ് വന്നതിലും വേഗത്തിൽ തിരികെ താഴേക്കിറങ്ങി. വിശ്വനാഥനും നിർമ്മലയും നയോമിയും എല്ലാവരും ആ കാഴ്ച നോക്കി നിന്നു. നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? ജഗന്റെ ശബ്ദം ഉയർന്നതും വിശ്വനാഥൻ അവനെ രൂക്ഷമായി നോക്കി. നീ കരുതിയിരുന്നോ ജഗൻ? നീ കണ്ടതൊന്നുമല്ല വിശ്വനാഥൻ. എന്റെ യഥാർത്ഥ പക അത് നീ ഇനി കാണാൻ കിടക്കുന്നേയുള്ളൂ. അതും പറഞ്ഞ് നയോമിയും കൈപിടിച്ചു വലിച്ച് വിശ്വനാഥൻ മുന്നോട്ട് നടന്നു.
നയോമിയുടെ കണ്ണുകൾ ഒരുതരം പകയോടെ ജഗനെയും ജാനിയെയും മാറി മാറി നോക്കി. ആളും ആരവങ്ങളും ഒഴിഞ്ഞു. അവിടെ ഇനി മാനസിയും ജയനും കോവിലകത്തുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളും മാത്രമായി ഒതുങ്ങി. എന്തായാലും ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു അന്തിമ തീരുമാനം വേണമല്ലോ. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം സേതുനാഥന്റെ ശബ്ദം അവിടെ ഉയർന്നു. ജഗൻ ജാൻവി വിവാഹം കഴിക്കാന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിവർ തമ്മിലുള്ള വിവാഹം ഉടനെ നടത്താം. കാരണം സേതുനാഥൻ എന്തോ പറയാനായി തുടങ്ങിയപ്പോൾ ജഗൻ അയാളെ തടഞ്ഞു. മുത്തച്ഛ, എല്ലാ രീതിയിലും ജാൻവിയുമായി ഒന്നിച്ചു കഴിഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞത് വിശ്വനാഥന്റെ മുമ്പിൽ ജയിക്കാൻ വേണ്ടിയാണ്. അത്ര പറഞ്ഞത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ. പറഞ്ഞു പൂർത്തിയാക്കാൻ മുമ്പ് പാർവതിയുടെ വലങ്കൈ അവന്റെ കവളി പതിഞ്ഞു. ജയിക്കാൻ വേണ്ടിയോ? ജയിക്കാൻ വേണ്ടിയാണോടാ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്കൊരു പെങ്ങളുള്ളതല്ലേ? നാളെ അവൾക്കാണ് ഈ അവസ്ഥ വരുന്നെങ്കിലോ? നോക്ക് ജഗൻ, തെറ്റാരുടെ ഭാഗത്തായിക്കോട്ടെ, പക്ഷെ നിന്നെപ്പോലെ ഇത്രയും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരിക്കലും ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ഇത്രയും ചീപ്പായിട്ട്. ഛേ, ഞാൻ വളർത്തിയ മകൻ തന്നെയാണോ നീ? പാർവതി പുച്ഛത്തോടെ അവനെ നോക്കി ചോദിച്ചപ്പോഴേക്കും ജഗൻ അവരെ അഭിമുഖീകരിക്കാൻ കഴിയാതെ മുഖം കുനിച്ചു കളഞ്ഞു. എന്തായാലും ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. ജാൻവിയുടെ അച്ഛനും അമ്മയും ഒന്ന് വരുമോ? സേതുനാഥൻ ചോദിച്ചതും മാനസി ജയന്റെ മുഖത്തേക്ക് നോക്കി. സേതുനാഥനൊപ്പം തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് പോയി അവർ. അവർക്ക് പിന്നാലെ പാർവതിയും രാമനാഥനും കൂടി അകത്തേക്ക് കയറിയതോടെ ആ വാതിൽ അകത്തുനിന്ന് അടയ്ക്കപ്പെട്ടു. ജാൻവിയുടെ അച്ഛൻ്റെ അമ്മയുടെയും തീരുമാനം എന്താണ് ഈ കാര്യത്തിൽ? സേതുനാഥൻ ചോദിച്ചു. ഞങ്ങളുടെ മകളെ നിങ്ങളുടെ കൊച്ചുമോൻ തന്നെ വിവാഹം കഴിക്കണം. അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ആവശ്യം. കാര്യം മറ്റൊന്നുമല്ല, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വെല്ലുവിളിക്കാൻ വേണ്ടിയാണെങ്കിലും അവൻ അങ്ങനെ പറഞ്ഞു. അതൊന്നാമത്തേത്. പിന്നെ ഇന്നലെ ഒരു രാത്രി മുഴുവൻ എൻ്റെ മകൾ കഴിഞ്ഞത് നിങ്ങളുടെ കൊച്ചുമകനൊപ്പമായിരുന്നു. അതിലെ തെറ്റ് ശരിയൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പുണ്ട്. അവൾക്കിനി ഒരിക്കലും നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു ബന്ധം കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അവളെ നിങ്ങളുടെ കൊച്ചുമകൻ തന്നെ വിവാഹം കഴിക്കണം. മാനസി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ പാർവതിക്കും രാമനാഥനും പ്രത്യേകിച്ച് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ. കാര്യം അവർ പറയുന്നതെല്ലാം ശരിയാണ്. അതിനെ എതിർത്തു പറയാനായി തങ്ങളുടെ പക്കൽ മറ്റ് തെളിവുകളോ അങ്ങനെ യാതൊന്നുമില്ല. പാർവതിയുടെയും രാമനാഥന്റെയും അഭിപ്രായം എന്താണ്? സേതുനാഥൻ അവരിരുവരെയും നോക്കി ചോദിച്ചു. അച്ഛൻ തീരുമാനിച്ചോളൂ. അച്ഛൻ എന്തു പറയുന്നോ അതേപടി ഈ കാര്യത്തിനനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ജയൻ അപ്പോഴേക്കും മാനസിയെ കണ്ണു കാണിക്കുന്നുണ്ട്. അവർ സേതുനാഥനോട് ഒരു നിമിഷം അനുവാദം വാങ്ങി മുറിയുടെ ഒരു കോണിലേക്ക് മാറി നിന്നു. നീ എന്തിനാ മാനസി ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ജയൻ ശബ്ദം അടക്കി പിടിച്ച് മാനസിക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ ചോദിച്ചു. നിങ്ങളിതെന്തു ഭാവിച്ചാണ് ജയേട്ടാ? ഇപ്പൊ ഈ വിവാഹം നടന്നില്ലെങ്കിൽ അവൾ ഉറപ്പായും ആ കോളനിയിലെ ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോകും. അതിലും എത്രയോ നല്ലതാണിത്. ഒന്നുമില്ലെങ്കിലും ഇവർ സമൂഹത്തിൽ അല്പം നിലയും വിലയുള്ള ആൾക്കാരല്ലേ? മാത്രമല്ല നമ്മുടെ മോളുടെ നല്ല സ്വഭാവം അതൊക്കെ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നല്ലൊരു കുടുംബത്തിൽ നിന്ന് അവൾക്കൊരു ബന്ധം വരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. മാനസി പറഞ്ഞപ്പോഴാണ് അതേപ്പറ്റിയൊക്കെ ജയൻ ചിന്തിക്കുന്നത് പോലും. അങ്ങനെയാണെങ്കിൽ നിന്റെ തീരുമാനം തന്നെ നടക്കട്ടെ. ജയൻ അത്രയും പറഞ്ഞുകൊണ്ട് സേതുനാഥന്റെ മുൻപിലുള്ള കസേരയിലേക്ക് വന്നിരുന്നു. നിങ്ങൾക്ക് തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? സേതുനാഥൻ ഒരിക്കൽ കൂടി മാനസിയോടും ജയനോടുമായി ചോദിച്ചു. ഇല്ല, ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മറുപടി പറഞ്ഞത് മാനസിയാണ്. എങ്കിലൊരു കാര്യം ചെയ്യാം. ഇന്ന് ജഗനും നയോമിക്കും വേണ്ടി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ജഗനും ജാൻവിയും വിവാഹിതരാവട്ടെ. അന്തിമ തീരുമാനം സേതുനാഥൻ പറഞ്ഞതോടെ ഇരു വീട്ടുകാരും അതനുസരിച്ചതുപോലെ അവിടുന്ന് എണീറ്റോ. വാതിലിന് മുമ്പിൽ അക്ഷമയോടെ ഒരു കൂട്ടം ബന്ധുക്കളും ജഗനും ജാൻവിയും നിൽപ്പുണ്ടായിരുന്നു. സേതുനാഥൻ തന്നെയാണ് എല്ലാവരോടുമായി കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇന്ന് നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ ജഗനും ജാൻവിയും തമ്മിലുള്ള വിവാഹം നടക്കും. ഇത് ഞങ്ങൾ ഇരു വീട്ടുകാരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ ഇതിൽ? മുത്തശ്ശ, പറയുന്നത് തെറ്റാണെങ്കിൽ ദയവിത് ക്ഷമിക്കണം. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ എങ്ങനെയാണ് ആ റൂമിലെത്തിയതെന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ആരോ എന്നെ ചതിച്ചതാണ്. അതിൻ്റെ പേരിൽ ജഗനെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല. ജാൻവി വളരെ ദയനീയതയോടെ
അത് പറഞ്ഞപ്പോഴേക്കും മാനസി അകത്തുനിന്ന് പാഞ്ഞു വന്ന് ജാൻവിയുടെ കൈ പിടിച്ചു വലിച്ച് വരാന്തയുടെ അങ്ങേ കോണിലേക്ക് അവളെ കൊണ്ടുപോയിരുന്നു. എല്ലാവരും ആ കാഴ്ച നോക്കി നിന്നു.